വളരെ ചെറിയ ഒരു ദിക്ർ ഉടനെ ചൊല്ലിയില്ലെങ്കിൽ നമ്മുടെ മുടി പെട്ടെന്ന് നരയ്ക്കും, നമ്മുടെ ആരോഗ്യം ക്ഷയിച്ച് പെട്ടെന്ന് വയസ്സാകും. ഏതാണ് ആ ദിക്ർ? എന്താണ് ആ ദിക്റിൻ്റെ പ്രത്യേകത? അങ്ങനെ ചൊല്ലിയില്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് നമുക്ക് വയസ്സാകുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ കുടുംബത്തിലൊക്കെ പെട്ടെന്ന് വയസ്സായി പോയ ഒരുപാട് ആളുകളുണ്ട്. 40-45 വയസ്സൊക്കെ ആയപ്പോഴേക്ക് മുടി മുഴുവൻ നരച്ച് ശരീരമാകെ ക്ഷീണിച്ച് ആകെ ദുർബലമായി പോയ ചില ആളുകളുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ഈ ദിക്ർ ചൊല്ലാത്തതാണ്. ഏതാണ് ആ ദിക്ർ എന്ന് പഠിക്കണം. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബർക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പം ഇന്ന് നമ്മളൊരു ദിക്ർ പഠിക്കാൻ. ഇത് വെറുമൊരു ദിക്റല്ല. ഈ ദിക്ർ ചൊല്ലിയില്ലെങ്കിൽ പെട്ടെന്ന് തലമുടി നരയ്ക്കും, പെട്ടെന്ന് വയസ്സാകും, ശരീരം ശോഷിച്ചു പോകും, ആകെ തളർന്നു പോകും. ഏതാണ് ആ ദിക്ർ? വെറുതെ ചൊല്ലിയാൽ പോരാ, അള്ളാനെ അറിഞ്ഞു ചൊല്ലണം. നമുക്കൊന്ന് കേൾക്കാം. ആ വിഷയം ഉൾക്കൊള്ളാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇന്ന് നമുക്ക് റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ എങ്ങോട്ട് കിട്ടണം? ഖൽബിലേക്ക് കിട്ടണം. ടെൻഷൻ ഫ്രീ ആകണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ടെൻഷൻ്റെ ഒരു കാരണം നമുക്ക് പേടി, ആശങ്ക, അല്ലെ, ഭയം, ആവശ്യമില്ലാത്ത ഭയം, ആവശ്യമില്ലാത്ത ആശങ്ക, ഇതൊക്കെ ടെൻഷന് നിദാനമാണെന്നാണ്. അല്ലേ? എൻ്റെ കുടുംബത്തെ ഞാൻ എങ്ങനെ പോറ്റു ഇനി? അല്ലേ? നമുക്കിപ്പോൾ കാലിനൊരു മുറിവ് പറ്റി, ഇനി പണിക്ക് പോകാൻ പറ്റൂല്ലോ, കുടുംബത്തെ എങ്ങനെ പോറ്റും? ടെൻഷൻ. മനുഷ്യൻ ഇങ്ങനെ ജനിച്ചപ്പോൾ മുതൽ വാടക വീട്ടിലാണ്. ഒരു വീടിഞ്ഞ് എന്നുണ്ടാവും? ടെൻഷൻ ടെൻഷൻ ടെൻഷൻ. എൻ്റെ വീടൊന്ന് പുതുക്കി പണിയൊന്നും തുടങ്ങിയിട്ട് ആ ഒരു ചിന്ത തുടങ്ങിയിട്ട് എന്തോരം വർഷമായി റബ്ബേ, ഇനി എന്ന് പുതുക്കി പണിയും? എനിക്കതിനുള്ള വരുമാനം ഇല്ലല്ലോ വർഷോനെ. ടെൻഷൻ. പെൺകുട്ടികളാണ്, കെട്ടിച്ചു വിടണമല്ലോ അല്ലാ, അല്ലേ? ചിലപ്പോഴൊക്കെ ഈ ലേബർ റൂമിൻ്റെ പുറത്തിരിക്കുമ്പോൾ ഇന്നാലിനാളുടെ പേടി വിളിച്ചിട്ട് പെൺകുട്ടിയാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മുഖത്തൊരു ടെൻഷൻ പലരുടെയും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഞാനതൊക്കെ നോക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവള് ലേബർ റൂമിൽ ഉണ്ടായ ഒരു സങ്കടം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ ഇവളാണെങ്കിൽ പ്രസവവേദനയിൽ ഇരിക്കുമ്പോൾ ഈ ചേച്ചി ഇങ്ങനെ അലറിക്കറിയാണ്. കാരണം ഇവർക്ക് 3 പെണ്ണാണ്. അപ്പൊ ഡോക്ടറെ എങ്ങനെയെങ്കിലും ഒന്ന് ആണാക്കി തരണേ ഡോക്ടറെ എന്നാ വിളിച്ചറിയും. കാരണം അത്ര അനുഭവിച്ചിട്ടുണ്ടാവും ഭർത്താവിന്റെ വീട്ടിൽ നിന്ന്, അല്ലേ? ഭർത്താവാണോ ആണാക്കുന്നത്? അല്ലെങ്കിൽ ഭാര്യക്ക് അതിൽ എന്തെങ്കിലും റോളുണ്ടോ? ആരുടെ കയ്യിലാണത്? നിങ്ങൾ പറഞ്ഞില്ല. അള്ളാഹുവിന്റെ കയ്യിലാണ്, അല്ലേ? നമുക്കതിലൊരു റോളും ഇല്ല. ഇനിയിപ്പോ നമ്മുടെ ഇന്റർകോഴ്സ് ആണോ മക്കൾ ഉണ്ടാകാൻ കാരണം? ആണോ? അതായത് ഭാര്യയും ഭർത്താവും കുടുംബ ബന്ധം പുലർത്തിയത് കൊണ്ടാണോ മക്കൾ ഉണ്ടായത്? അല്ല. അങ്ങനെ അല്ലാതെയും കുഞ്ഞുങ്ങളെ തരാൻ ആർക്ക് പറ്റും? സയ്യിദത്തുന മറിയം റളിയല്ലാഹു അൻഹക്ക് കുഞ്ഞിനെ കൊടുത്തതാരാണ്? ഇനി അങ്ങനെ ഒരു പെണ്ണ് പോലും ഇല്ലാതെയും കുഞ്ഞിനെ ജനിപ്പിക്കാൻ ആർക്ക് പറ്റും? ആദം നബി അലൈഹി സ്വലാം ഉണ്ടായത് ബാപ്പയമ്മ ഉണ്ടായിട്ടാണോ? ഇതൊരു റീസൺ മാത്രം. തരുന്നവൻ ആരാണ്? എന്റെ റബ്ബ് എന്ത് തന്നോ അതങ്ങ് കൈ നീട്ടി സ്വീകരിക്കുക. എന്താണെങ്കിലും ഹൈറാക്കി തരണേ പഠിച്ചോനെ. ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ. ഇത്ര ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പൊ ചില ആളുകളുടെ മുഖത്ത് പെൺകുഞ്ഞാണല്ലോ അല്ല, ടെൻഷൻ ടെൻഷൻ ടെൻഷൻ. അപ്പൊ ഇങ്ങനെയുള്ള ചിന്തകള്, ആശങ്കകള് മനസ്സിൽ വല്ലാത്ത ടെൻഷൻ ഉണ്ടാകും. എന്നാൽ ഹബീബ് റസൂലുള്ളാഹ് തികഞ്ഞ ഈമാനുള്ളവർക്ക് ഇത്തരം ടെൻഷൻ ഉണ്ടാവില്ല. പരിപൂർണ ഈമാനുള്ളവർക്ക് ഇനി എങ്ങാനും ഒരു ടെൻഷൻ വന്നാൽ അള്ളാഹു അത് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയും. അവരാണ് ഏത് നഫ്സിലെത്തിയവർ? നഫ്സ് അവർക്ക് പറഞ്ഞേ മുത്മഇന്നയിലെത്തിയവർ. അവരാണ് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. അവരാണ് മുത്മഇന്നയിലെത്തിയവർ. സയ്യിദി അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറ. സംഗതി അവിടുത്തെ കറാമത്തുകൾ മാത്രം പഠിച്ചാൽ പോരാ, അവിടുത്തെ ജീവിതം പഠിക്കണം. അള്ളാഹുവിന്റെ ഔലിയാഇന്റെ ജീവിതം പഠിക്കണം. അവരെങ്ങനെ അള്ളാഹുവിലേക്ക് അടുത്തു അത് പഠിക്കണം. പക്ഷെ നമ്മൾ മഹാന്മാരെ വായിക്കുന്നത് ഒറ്റ കണ്ണിലൂടെയാണ്. ഏതാണ് ആ കണ്ണ്? കറാമത്ത് മാത്രമേ പഠിക്കുള്ളൂ.
ഇപ്പൊ നമ്മൾ ഈ കാലഘട്ടത്തിൽ അടുത്ത് ജീവിച്ച മഹാന്മാരെയൊക്കെ ഒന്ന് എടുത്തു നോക്കിയേ. മമ്പുറം സയ്യിദ് ആലവി ഖദ്ദസല്ലാഹു സിർറ, മമ്പുറം തങ്ങളുടെ ജീവിതം പഠിച്ച എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അവിടുത്തെ കറാമത്ത് വായിച്ച എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഒരുപാട് ആളുകൾ കൈവെക്കാനുണ്ടാവും. കറാമത്ത് വേണ്ടെന്നല്ല, അതൊക്കെ വേണം. പക്ഷെ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? അവരുടെ ജീവിതം, അവരെങ്ങനെ ഇലാഹിലേക്ക് അടുത്തു, ഇലാഹി സാമീപ്യം അവരെങ്ങനെ നേടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരെ പോലെ ആകാൻ ശ്രമിക്കണം. വേണ്ടേ? അവരൊക്കെ ടെൻഷൻ ഫ്രീ ആയി ജീവിച്ചവരല്ലേ? ദുനിയാവിൽ അവർക്ക് വല്ല ടെൻഷൻ ഉണ്ടായിരുന്നോ? പ്രയാസം ഉണ്ടായിരുന്നോ? പ്രയാസം എന്ന് പറഞ്ഞാൽ ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ കൽബിലേക്ക് അത് ടച്ച് ചെയ്തിട്ടുണ്ടോ? എന്തേ? അവരുടെ കൽബിൽ ആരുണ്ടായിരുന്നു? അല്ലാഹ് ഉണ്ടായിരുന്നു. സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനി അവിടുന്ന് പറയുന്നുണ്ട്, എവിടുന്ന് എങ്ങനെ ഈ ചിന്ത വരുന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ അടിമയല്ല. മനസ്സിലായില്ല? എവിടുന്ന് എങ്ങനെ ഈ രണ്ട് ചിന്ത വരുന്നവൻ ആരുടെ അടിമയല്ല? ചിലർ പറയില്ലേ, എവിടെ നിന്ന് കെട്ടിയിട്ട ഇനി മക്കളെ കെട്ടിക്കാൻ? എടോ, മക്കളെ തന്നതാരാ? അല്ലേ? ആ മക്കളെ തന്ന അള്ളാഹുവിന് ആ മക്കളുടെ ഇണയെയും ആര് കണ്ടെത്തിയിട്ടുണ്ട്? നമ്മൾ അതിലേക്ക് പരിശ്രമിച്ചാൽ മതി. ആര് കൊണ്ടുവന്ന് തരും? തരും. ഈ യഖീനൊക്കെ നഷ്ടപ്പെട്ടിട്ട് എവിടെ നിന്ന് കിട്ടും? അതുപോലെ തന്നെ ചില ആൾക്കാരുണ്ട്, എങ്ങനെ ജീവിക്കും ഇനി എന്ന് ചിന്തിക്കുന്നവർ അള്ളാന്റെ അടിമയല്ല. ഫഇൻ ഖുൽത ഐന, എങ്ങനെ, വഇൻ ഖുൽത കൈഫ, അല്ലേ? അതുപോലെ തന്നെ വഇൻ ഖുൽത മത, ഇനി എപ്പോഴാ പടച്ചോൻ എനിക്കൊരു വീടുണ്ടാവുക? പറയാറില്ല ചില ആളുകൾ. ഐന, കൈഫ, മച്ച, ഇതൊക്കെ ചോദിക്കുന്ന ആളുകൾ അള്ളാന്റെ അടിമയല്ല, ഈ പറഞ്ഞ സാധനങ്ങളുടെ അടിമയാണെന്ന് സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനി. ഇരിക്കുന്നതിൽ മോർ ദാൻ 90%, 90% ആളുകൾ ഈ വക കാര്യങ്ങളിൽ ടെൻഷൻ അടിക്കുന്നവരാണ്, അല്ലേ? ആഖിറത്തിന്റെ കാര്യത്തിൽ ടെൻഷനുള്ള എത്ര പേരുണ്ട്? അതായത് കുറച്ചു നേരം മുമ്പ് ഒരു സഹോദരൻ എൻ്റെ റൂമിൽ വന്നു. ഒരു 1 hour ബാക്കാണ്. വന്നിട്ട് പറയുന്നുണ്ട്, ഉസ്താദിന്റെ ഭാര്യയ്ക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കണം. ഞാൻ ചോദിച്ചു, എന്താണ് പറ്റിയത്? അവർക്ക് ഭയങ്കര പേടിയാണ്. എന്തിനാണ് പേടി? ഖബറിനെ കുറിച്ച് ഓർത്ത്, മഹ്ശറിനെ കുറിച്ച് ഓർത്ത്. അങ്ങനെ പേടിയാണ്. കൗൺസിലിംഗ് വേണമെന്ന് പറയുന്ന ഒരാളെ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. സാധാരണ എന്താ പറയാറ്? കച്ചവടത്തെ കുറിച്ച് ഓർത്ത്, മക്കളെ കുറിച്ച് ഓർത്തൊക്കെ ടെൻഷനാണെന്നാണ്. ഇങ്ങനെ പറയുന്ന ഒരാളെ ഫസ്റ്റ് ടൈമാണ്. പക്ഷെ അങ്ങനെയും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇനി ഖൽബിൽ എവിടെയെങ്കിലും അല്ലാഹ് ഉണ്ട് എന്ന് വിചാരിക്കും. ഇപ്പൊ നമ്മുടെയൊക്കെ ഒരു അവസ്ഥ, എവിടെയൊക്കെ അല്ലാഹ് ഉണ്ട്. അവനിങ്ങനെ മക്കളെ കെട്ടിക്കണ കാര്യം ആലോചിച്ചിട്ട് നമ്മൾ ഉച്ചക്ക് പറഞ്ഞതുപോലെ അല്ലാഹ് തരും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും ബാക്കിൽ നിന്ന് ആരും ഒന്ന് കുത്തണത്. നിങ്ങളിങ്ങനെ ഇരുന്നോ, പിള്ളേനെ കെട്ടിക്കാനായി, 10-22 വയസ്സായി പുള്ളക്ക്, അന്വേഷിക്കണ്ട, ഇവിടെ ഇരുന്നോ, ഫോൺ നോക്കി അവിടെ കിടക്ക്. അപ്പൊ പിന്നെ ടെൻഷൻ കൂടുതൽ കയറി, ഉറക്കമില്ലാണ്ടായി, പതിയെ മുടി നരച്ചു തുടങ്ങി. ഹബീബ് റസൂലുള്ളാഹ് അടുത്ത ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇന്നൽ ഹുമൂമ തദ്അഫുൽ ഖുവാ വതസ്റഉ ബിശ്ശൈബ്. ഈ ടെൻഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നമ്മുടെ ആരോഗ്യം ഇല്ലാതാക്കും, മുടി നരപ്പിക്കും. അത് സയന്റിഫിക്കലായി പ്രൂവണാണ്. ഇസ്ലാമും പഠിപ്പിക്കുന്ന കാര്യം. ടെൻഷൻ പെട്ടെന്നൊരു 39 വയസ്സിൽ അല്ല 30 വയസ്സിലൊക്കെ നരച്ച ആൾക്കാരുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും വൈറ്റമിൻ്റെയും കാൽഷ്യത്തിൻ്റെ ഒക്കെ കുറവുണ്ട്, അങ്ങനെ ഉണ്ടാകും. പക്ഷെ ബഹുഭൂരിപക്ഷവും ടെൻഷൻ. നമ്മുടെ ഈ സൗത്ത് അടുവാശ്ശേരി ഭാഗത്ത് അവിടെ നിന്ന് അങ്ങോട്ട് പോകും, ഒരു കുന്നുകര എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ എന്നോടൊരു കൗൺസിലിങ്ങിന് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ആ ചെറുപ്പക്കാരന് 35 വയസ്സായിട്ടുള്ളൂ. അവൻ്റെ മുടി ഏതാണ്ട് പകുതിയിലേറെ നരച്ചിട്ടുണ്ട്. സാധാരണ ഞാനിവളെ കെട്ടിക്കൊണ്ടെന്ന് അന്ന് തുടങ്ങിയതാണ് ഈ അനുഭവിക്കാനായിട്ട്. ഉറക്കമില്ല, സന്തോഷമില്ല, കൂട്ടുകാരോടൊപ്പം കൂടാൻ പറ്റണില്ല. ടെൻഷൻ. ഈ സംഗതി ഉണ്ടാകുന്നത് ആർക്കാണ്? മുഅ്മിനുകൾക്കല്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. പിന്നെ ഈ ടെൻഷൻ കൂടി എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അവിടെ ശൈത്വാന് ഭയങ്കര റോളാണ്. അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലും ടെൻഷൻ തരും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ, കുട്ടിയെ സ്കൂളിലേക്ക് വിട്ടു. ഭാര്യ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കാൻ, എൻ്റെ പുള്ള ഇപ്പൊ സ്കൂളിൽ നിന്നെങ്ങാനും ഇറങ്ങി പുറത്തോട്ട് പോയി ഏതെങ്കിലുമൊക്കെ വണ്ടി ഇടിച്ച് എൻ്റെ കുട്ടിക്ക് വല്ല അപകടം പറ്റുമോ? കുഞ്ഞു സുഖമായിട്ട് ക്ലാസ്സിൻ്റെ അകത്തിരിപ്പുണ്ട്, എന്നാലും ഓവറായിട്ട് അല്ലേ ഒരു ഹൈപ്പർ ടെൻഷൻ, അങ്ങനൊരവസ്ഥ ഉണ്ടാകുന്നതാണ്. നമ്മളിപ്പോൾ ഓഫീസ് റൂമിൽ ഇരിക്കുകയാണ്. പഠിച്ചോൻ, എൻ്റെ വീട് ഹൈവേയുടെ അടുത്താണ്. 3 വയസ്സായ പുള്ള, അവൾ അടുക്കളയിലായിരിക്കും. പുള്ള എങ്ങാനും പുറത്തോട്ടിറങ്ങി റോഡിൽ നിന്ന് വല്ല അപകടം സംഭവിക്കോ? എവിടെ? പുള്ള സുഖമായിട്ട് ഉമ്മയുടെ അടുത്തുണ്ട്, ഗേറ്റൊക്കെ അടച്ചു പൂട്ടിയിട്ടുണ്ട്.
ഇങ്ങനത്തെ ടെൻഷൻ ധാരാളം ഉണ്ടാകുന്നതാണ്. ടെൻഷൻ വേണ്ടാത്ത കാര്യങ്ങളിൽ പോലും ടെൻഷൻ ഉണ്ടാകും. എന്താ പരിഹാരം ഞാൻ പറഞ്ഞുതരാം. എന്താ പരിഹാരം? റബ്ബുൽ ആലമീനായ അള്ളാനെ തിരിച്ചറിയുക, ആ റബ്ബിനെ കൂട്ടുപിടിക്കുക. ഓൺലി പരിഹാരം അത് മാത്രമാണെന്നാണ് ഇത് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹ്. എന്താ റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരർത്ഥം എന്താണ്? സർവ്വലോകങ്ങളെയും പടച്ച് പരിപാലിക്കുന്ന റബ്ബ് എന്ന് പറഞ്ഞ ആരാണ്? നമ്മളത് പരിചയപ്പെടുത്തി. ആരാണ്? ഞാൻ ചോദിക്കുന്നതെല്ലാം തരുന്നവനാണോ റബ്ബ്? അല്ല. പിന്നെ എനിക്കെന്താണോ ഗുണം, എനിക്ക് ദാരിദ്ര്യമായിരിക്കും ചിലപ്പോൾ ഗുണം, അല്ലേ? എനിക്ക് ആക്സിഡന്റ് ആയിരിക്കും ചിലപ്പോൾ ഗുണം, എനിക്ക് രോഗമായിരിക്കും ചിലപ്പോൾ ഗുണം, സമ്പന്നതയായിരിക്കും ചിലപ്പോൾ ഗുണം. അങ്ങനെ എനിക്കെന്താണോ ഗുണമെന്ന് എന്നെക്കാൾ അറിയുന്നവൻ ആരാണ്? ആ റബ്ബിന്റെ കൂട്ട് കിട്ടിയാൽ പിന്നെ അവൻ ടെൻഷൻ ഫ്രീ ആണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് ഹദീസിൽ നിന്ന് വ്യക്തമാക്കി തരുന്നുണ്ട്, അല്ലേ? ഞാൻ ചോദിക്കട്ടെ, എൻ്റെ റബ്ബ് എന്നെ നോക്കുന്നില്ല, എന്നെ മാത്രം മറന്നുപോയി എന്ന് പറയാൻ പറ്റുമോ? ഈ ആകാശത്തെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് ആരാണ്? ഉറക്കെ പറഞ്ഞ ആരാണ്? നക്ഷത്രങ്ങൾ താഴേക്ക് പതിക്കാതെ അതിനെ പിടിച്ചു നിർത്തുന്നത് ആരാണ്? ഈ ഗാലക്സി, മിൽക്കി വേ, എത്രയോ പ്ലാനറ്റ്സ്, ഇല്ല, ഇതൊക്കെ പിടിച്ചു നിർത്തുന്നത് ആരാണ്? ആ റബ്ബ്. നമ്മളെ കുറിച്ച് മറന്നു പോവോ? വേണ്ട. നിങ്ങള് നമ്മുടെ കണ്ണിങ്ങനെ ഇമ വെട്ടുന്നുണ്ട്, ഇല്ലേ? നമ്മൾ അറിഞ്ഞിട്ടാണോ ഇമ വെട്ടുന്നത്? ഒരു മിനിറ്റിൽ 15 മുതൽ 20 തവണ വരെ നമ്മുടെ കണ്ണിങ്ങനെ ഇമ വെട്ടുന്ന ആരാ ഇതിങ്ങനെ വെട്ടിക്കുന്നത്? ആരാ? അല്ലാഹ്. ഒന്ന് കണ്ണടച്ചേ. ആ കൈ ഒന്ന് ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചേ. ഹാർട്ട് ബീറ്റ് ഫീൽ ചെയ്യുന്നുണ്ടോ? വേറെ ഒന്നിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യരുത്. ആ ഹാർട്ട് ബീറ്റിലേക്ക് മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തേ. ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു മിനിറ്റിൽ 60 മുതൽ 100 തവണ വരെ ഹൃദയം പിടിക്കും. നമ്മൾ പ്ലാൻ ചെയ്ത് എടുപ്പിക്കുന്നതാണോ? ആണോ? ആരാ അങ്ങനെ ഒരു മിടിപ്പ് നൽകുന്നത്? ആരാത് എടുപ്പിക്കുന്നത്? ആരാ? ഈ ഒരു പ്രോസസ്സ് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മരണം വരെ ഇതിങ്ങനെ. എന്റെ മോക്കടെ കല്യാണം മാത്രം അല്ലാഹ് മറന്നു, ഇത് മറന്നില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എല്ലാം എന്റെ റബ്ബെന്നെ സദാ തർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി. ഉറക്കെ പറ, അൽഹംദുലില്ലാഹി. ആ റബ്ബ് കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യം ഒരു മനുഷ്യനുണ്ടായാൽ അവൻ പിന്നെ ടെൻഷൻ ഫ്രീ ആണ്. ആ ബോധ്യം പരിപൂർണമായി ആസ്വദിക്കാൻ അവൻ മുത്തുമഇന്നയിലെത്തണം എന്നാണ്. അതായത് അനാവശ്യ ടെൻഷൻ കൽബിലേക്ക് കൊണ്ടുവരുന്നത് പിശാചിന്റെ ആളുകൾക്ക് പിശാചിട്ട് കൊടുക്കുന്നതാണെന്ന് പരിശുദ്ധ ഖുർആൻ. പിശാചിന്റെ ആളുകളിലേക്ക് ആരിട്ട് കൊടുക്കും? പിശാചിട്ട് കൊടുക്കും. അനാവശ്യ ടെൻഷൻ അവനിങ്ങനെ ഭയപ്പെടുത്തുന്ന. അതായത് മുഅ്മിനായ മനുഷ്യനൊരു പേടിയില്ല. ഈമാനിൽ പുഴുക്കുത്തുള്ള മനുഷ്യന് ടെൻഷനാണ്, പേടിയാണ്. എന്താ പിശാച് ചെയ്യുന്നത്? എന്തിനാ പിശാച് ചെയ്യുന്നതെന്ന് ആർക്കെങ്കിലും പറയാമോ? എന്തിനാ ടെൻഷൻ ഇട്ട് തരുന്നത്? ടെൻഷൻ ഇട്ട് തരുന്നത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന് ദുനിയാവ് നരകമാക്കാൻ, അതിലൂടെ ആഖിറം നരകമാക്കാൻ. ഞാൻ ചോദിക്കട്ടെ, സമ്പത്ത് കൊണ്ട് ദുനിയാവിൽ സന്തോഷം കിട്ടുമെന്ന് ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? സമ്പത്ത് കൊണ്ട് മാത്രം ദുനിയാവിൽ സന്തോഷം കിട്ടുമോ? ഇല്ല. എത്രയോ സമ്പന്നന്മാർ ടെൻഷനിലാണ്, ഉറക്കല്ല, കുടുംബ പ്രശ്നങ്ങൾ, എത്രയോ കേസുകൾ വരുന്നുണ്ട്, എത്രയോ കൗൺസിലിംഗ് സെഷൻസ്, അല്ലേ? സമ്പത്ത് കൊണ്ട് ഇതുണ്ടാവോ? ഇല്ല. ദാരിദ്ര്യം കൊണ്ട് സമാധാനം കിട്ടുമോ? ഇല്ല. ആര് തരണം? ഉറക്കെ പറയാം, ആര് തരണം? റബ്ബുൽ ആലമീനായ അല്ലാഹ് തരണം. എന്നാൽ പിശാചിന്റെ ആളുകളുടെ കൽബിലേക്ക് അവൻ പേടിയിട്ട് കൊടുത്ത് അവരുടെ ദുനിയാവ് അവൻ നരകമാക്കും. ദുനിയാവ് നരകാക്കും. എന്താ ദുനിയാവിലെ നരകം? സമാധാനമില്ലാത്ത ജീവിതം. ദുനിയാവിലെ സ്വർഗം എന്താ? രോഗമാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും ചിരി, അല്ലേ? എന്താണോ വിശേഷം? അൽഹംദുലില്ലാ. ഏത് കൊടിയ ദാരിദ്ര്യത്തിൽ നിൽക്കുമ്പോഴും അൽഹംദുലില്ലാ, രോഗം വരുമ്പോഴും അൽഹംദുലില്ലാ. ഇതാണ് ദുനിയാവിലെ സ്വർഗം. അല്ലാതെ വലിയ മണിമാളിക ഉണ്ടാകലൊന്നും അല്ല. മാളികയിലാണെങ്കിലും കൂരയിലാണെങ്കിലും ഒരുപോലെ പറയാൻ പറ്റണം. ഏത്? അൽഹംദുലില്ലാ. ഇതാണ് ദുനിയാവിലെ സ്വർഗം. ഈ സംഗതി ഉണ്ടാവില്ല പിശാചിന്റെ കൂട്ടുകാർക്കെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു എക്സാമ്പിൾ പറഞ്ഞു. നമ്മളിപ്പോ ഒരു ദാനം ചെയ്യാൻ വേണ്ടി പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുമ്പോൾ ശൈത്താൻ ഉടനെ പറയും, എടുക്കല്ലേ.
ഇതേ ഇപ്പൊ സാമ്പത്തിക മാന്ദ്യമാണ് വരാൻ പോണത്, മുള കെട്ടിക്കാനുള്ളതാണ്, ആകെ ടൈറ്റ് ആവും, അവിടെ തന്നെ വെച്ചോ. പിന്നെ പേടിയിട്ട് വരും. ആര് വേണ്ട. നമ്മളിപ്പോ പള്ളിക്ക് വേണ്ടി പിരിവ് നടത്തി, അരമണിക്കൂർ കൊണ്ട് ഓഫറുകളുടെ മേളായിരുന്നു. അതൊന്ന് കയ്യിലേക്ക് കിട്ടാൻ കമ്മിറ്റിക്കാര് 1000 രൂപക്ക് 1,00,000 രൂപയുടെ നടത്തം നടന്നിട്ടുണ്ടോ? എന്തേ 1000 കൊടുക്കാൻ മടി എന്തായിരുന്നു? ഇപ്പൊ കൊടുക്കണ്ട ആര് പറയുന്നുണ്ട്? പേടിപ്പിക്കുന്നുണ്ട്. നീ വെട്ടുവെന്ന് പേടിപ്പിക്കുന്നുണ്ട്. ശൈത്വാന്റെ കെണിയിൽ നമ്മൾ വീടുന്നുണ്ട്. അവസാനം ഒരു വഴിയില്ല. ഇവന്മാരൊക്കെ നാളെയും കാണണ്ടല്ലേ എന്ന് കരുതിയിട്ടാണ് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തു കൊടുക്കുന്നത്. ഇവർ പിശാചിന്റെ അടിമകളാണെന്നാണ്, സമ്പത്തിന്റെ അടിമകൾ. അവർ ഫവൈലുല്ലിൽ മുസല്ലീൻ. അങ്ങനെ നിസ്കരിച്ചുകൊണ്ടാണ് നമുക്ക് നിസ്കാരത്തിൽ ഒരു ആസ്വാദനം കിട്ടാത്തത്. അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖറ വയഅമുറുകും ബിൽ ഫഹ്ശാ. പിശാച് ദാരിദ്ര്യത്തെ കുറിച്ച് ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നതാണ്. പിശാച് എന്തിനെ കുറിച്ച് ഓർമ്മിപ്പിക്കും? ദാരിദ്ര്യത്തെ കുറിച്ച്. എന്നിട്ട് നമ്മളെ പേടിപ്പിക്കും, തെറ്റിയിപ്പിക്കുന്നതാണ്. ഇപ്പൊ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും തന്നെ യുദ്ധത്തിന് പോകാൻ നേരത്ത് കൽബിൽ എന്തിട്ട് കൊടുക്കും? യുദ്ധത്തിനൊന്നും പോകില്ല കേട്ടാ, പോയാൽ തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പില്ല. ഭാര്യ വിധവയാകും, മക്കൾ യത്തീമാകും, ടെൻഷൻ അടിക്കേണ്ടി വരും, ജീവിതം തകരൂട്ടോ എന്ന് പറഞ്ഞ് സ്വഹാബത്തിനെ പോലും ആര് പേടിപ്പിച്ചിട്ടുണ്ട്? പക്ഷെ അവരുടെ കെണിയിൽ വീണോ അവര്? ഇല്ല. സൂറത്ത് ആലു ഇമ്രാനിൽ മനോഹരായിട്ട് അള്ളാഹു ഒരു ചരിത്രം പറയുന്നുണ്ട്. നമുക്കറിയാം ബദർ യുദ്ധത്തെ കുറിച്ച് അറിയാം അല്ലേ? എന്നാൽ രണ്ടാമതൊരു ബദർ ഉണ്ടായിട്ടുണ്ട്. നമ്മതിന്റെ അല്പം ഭാഗം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതൊരു ബദർ നമുക്കറിയുന്നത് ഒറ്റ ബദറാണ്. ഇന്ന് രണ്ടാമതൊരു ബദർ ഉണ്ട് എന്നാണ്. ഏതാണ് ആ ബദർ? ഒന്നാമത്തെ ബദർ യുദ്ധം കഴിഞ്ഞു ഇല്ലേ? ഫുർഖാൻ, യൗമുൽ ഫുർഖാൻ, സത്യത്തെയും അസത്യത്തെയും വേർപിരിച്ച മനോഹരമായൊരു ദിവസം. അതാണ് ബദർ യുദ്ധം. അവിടെ സ്വഹാബത്ത് വിജയിച്ചു, ശത്രുക്കൾ തോറ്റു. പിന്നീടൊരു ഉഹദ് യുദ്ധം നടന്നു ഇല്ലേ? ഉഹദില് സ്വഹാബത്തിന്റെ ഒരു അശ്രദ്ധ കൊണ്ട് തോറ്റുപോയി. എന്തായിരുന്നു അശ്രദ്ധ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെടുത്ത് നിന്നില്ല, തോറ്റുപോയി. പക്ഷേ അബൂ സുഫിയാൻ പറയുന്നുണ്ട്, മുഹമ്മദെ ഇതൊന്നും വിജയമായിട്ടില്ല കേട്ടോ, ഞങ്ങൾക്ക് ബദറിൽ വെച്ച് തിരിച്ചടിക്കണം. ബദറിൽ വെച്ച് ഞങ്ങളുടെ കുടുംബക്കാർ ഒരുപാട് പേരെ നിങ്ങൾ കൊന്നിട്ടുണ്ട്, അതുകൊണ്ട് ബദറിൽ വെച്ച് തന്നെ ഒരു തിരിച്ചടി ഞങ്ങൾ തരും. അടുത്ത കൊല്ലം ഇതേ സമയം ബദറിൽ വെച്ച് കാണാൻ തയ്യാറാണെന്ന് ചോദിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, തയ്യാർ, നമുക്ക് കാണാം. അടുത്ത കൊല്ലം മക്ക മുഴുവൻ പട്ടിണിയാണ്, സാമ്പത്തികമായ പരാധീനത, ആരുടെയിലും പൈസ ഇല്ല, ഭക്ഷണ വസ്തുക്കളില്ല, ഒന്നുമില്ല, ആകെ ഇടങ്ങേറിലാണ്. അപ്പൊ അബൂ സുഫിയാന് തോന്നി, ഇപ്പൊ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മൾ പെടും. പക്ഷെ എന്നാൽ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാൻ പറ്റുമോ? നമ്മൾ പേടിച്ചു എന്ന് മുഹമ്മദും കൂട്ടരും പറയും. അതുകൊണ്ട് ഒരു യോഗം ചേരുകയാണ് അവര്. യോഗം ചേർന്നിട്ട് അബൂ സുഫിയാൻ പറയണം, എൻ്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. നമുക്ക് ഒരു ചങ്ങാതിയെ മദീനയിലെ മാർക്കറ്റിലേക്ക് പറഞ്ഞു വിടാം, എന്നിട്ട് പൊക്കിയടിക്കണം നമ്മളെക്കുറിച്ച്. മക്കാർ ഭയങ്കര പ്രതാപത്തിലാണ്, അവരുടെ കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് പടക്കോപ്പുകളുണ്ട്, അവരിതൊക്കെ കൊണ്ട് മുഹമ്മദിനെ മലർത്തിയടിക്കാൻ വരുന്നതെന്ന് പോയി ഇങ്ങനെ പ്രചരിപ്പിക്കണം. അങ്ങനെ ഇത് കേട്ടിട്ട് മദീനത്താളുകൾ പേടിച്ച് അവര് പിന്മാറിക്കോളും, അപ്പൊ നമുക്ക് വിജയം കിട്ടും. ആരാ പറയുന്നേ? അബൂ സുഫിയാനാണ്. അങ്ങനെ നഈം ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മദീനയിലെ മാർക്കറ്റിലേക്ക് പറഞ്ഞയക്കാൻ. നഈം ഇബ്നു മസ്ഊദിന്റെ മകൻ നഈം, അയാളിങ്ങനെ മാർക്കറ്റിൽ ചെന്നിട്ട് ഭയങ്കര അടിച്ചുകൂടാൻ തുടങ്ങി. ഇങ്ങനെ മക്കത്ത് ഭയങ്കര സെറ്റപ്പാട്ടോ. അവിടുത്തെ ഈ ഇടങ്ങേറ് പിടിച്ച കാലമൊന്നും മക്കാർക്ക് ഏശിയിട്ടില്ല. അവരുടെ കയ്യിൽ നല്ല പൈസ ഉണ്ട്, അവരുടെ പടക്കോപ്പുകളൊക്കെ ഉണ്ട്. അവരൊന്നും മുസ്ലിങ്ങളെ തകർത്ത് കളയൂട്ടോ. സംഗതി ഇത് അല്പം ടച്ച് ചെയ്യാതിരുന്നില്ല. ചില സ്വഹാബത്തിന്റെ കൽബിൽ ഇത് കൊണ്ടു. പഠിച്ചോനെ, അവരൊക്കെ ഭയങ്കര നല്ല നിലയിൽ, നമ്മളാണെങ്കിൽ ഇപ്പൊ പട്ടിണിയിലെ അവസ്ഥയിലുമാണ്. ആ സമയം ഇങ്ങനെ അടുക്കാറായപ്പോ സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങൾ ചോദിക്കുന്നുണ്ട്, സ്വഹാബ നമ്മൾ പോവല്ലേ? ചില സ്വഹാബത്തിനൊരു വൈമുഖ്യം, നബിയെ ഇപ്പൊ വേണോ? ഉഹദ് കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ലല്ലോ. വല്ലാഹി മുഹമ്മദ് ഒറ്റക്കാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. യാ റസൂലല്ലാഹ്, അങ്ങയെ ഞങ്ങൾ ഒറ്റക്ക് വിടുകയോ? ഞങ്ങൾ മുഴുവൻ അങ്ങയുടെ കൂടെ ഉണ്ട്. ഞങ്ങളൊരു അഭിപ്രായം പറഞ്ഞതാട്ടോ നബിയേ. സ്വഹാബ റളിയല്ലാഹു അൻഹു റസൂൽ ഒരു കാര്യം പറഞ്ഞ അതിന്റെ പ്രത്യേകില്ല. അങ്ങനെ ഇവര് ചെല്ലാണ്. ഇവരിങ്ങനെ 1500 പടയാളികളെയും കൊണ്ട് ബദറിൽ ഇങ്ങനെ തമ്പടിക്കാൻ. അപ്പോഴാണ് മക്കത്തുനിന്ന് അബൂ സുഫിയാനും ടീമും പുറപ്പെടുന്നത്. 2000 പേരുണ്ട് അവര്. കുറച്ചിങ്ങനെ പോന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആകെ ക്ഷീണിച്ചു. കാരണം ഭക്ഷണവും വെള്ളവും ഒന്നും സുലഭമായിട്ടില്ല. പഴയ ബദർ പോലെയല്ല, സംഗതി ഒന്നുമില്ല കയ്യില്. അപ്പൊ അബൂ സുഫിയാൻ പറഞ്ഞു, ഇനി പോയാൽ ശരിയാവൂല, നമ്മൾ പെട്ടുവോ, നമുക്ക് തിരിച്ചു പോകാം. അബൂ സുഫിയാനും കൂട്ടരും തിരിച്ചുപോയി.
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ബദറിൽ ഇങ്ങനെ തമ്പടിച്ചിട്ടുണ്ട്. ഇവര് നോക്കി നിൽക്കാണ് മറ്റൊരു വരുന്നതും കാത്ത്. പക്ഷെ വന്നില്ല. അവിടെ അങ്ങനെ നിന്നപ്പോ 8 ദിവസം കാത്തു നിന്നു. 8 ദിവസം കാത്തു നിന്നപ്പോ അവിടെ കുറെ കാഫില കൂട്ടങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഇവര് യുദ്ധത്തിന് പോകുമ്പോ ഒരു 2-3 മാസത്തേക്കുള്ള ഭക്ഷ്യവസ്തുക്കളും സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോവുക. ഇത് മുഴുവൻ ആ കാഫില കൂട്ടങ്ങൾക്ക് കച്ചവടമാക്കിയിട്ട് ഭയങ്കര സമ്പത്ത് ആര് നേടി? സ്വഹാബത്ത്. ചരിത്രത്തിൽ ഇത് അറിയപ്പെടുന്നത് 2ാം ബദർ എന്നാണ്. യുദ്ധം ചെയ്യേണ്ടി വന്നില്ല, ഒരു രക്തക്കളമാക്കേണ്ടി വന്നില്ല. അതില്ലാതെ തന്നെ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹവും കൊണ്ടുവന്നു സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങളും സ്വഹാബത്തും. പരിശുദ്ധ ഖുർആനിൽ കാണാം, സൂറത്ത് ആലി ഇംറാനില്, അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ശത്രുക്കൾ പറഞ്ഞു വരുത്തി സ്വഹാബത്തിനോട്. എന്താ പറഞ്ഞു വരുത്തിയത്? മക്കത്ത് ഭയങ്കര സെറ്റപ്പാണെന്നൊക്കെ പറഞ്ഞു വരുത്തി. എന്നിട്ടോ ഫഖ്ശൗഹും, നിങ്ങൾ പേടിച്ചോട്ടോ, നിങ്ങളവർ പിടിക്കും, പേടിച്ചോ. അവരിങ്ങനെ പറഞ്ഞു വരുത്തിയപ്പോ എന്ത് സംഭവിച്ചു? ഫസാദഹും ഈമാനാ, പേടിപ്പിച്ചപ്പോ അവരുടെ ഈമാനങ്ങ് കൂടി. പരിശുദ്ധ ഖുർആൻ. നമ്മളങ്ങനെയാണോ? നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചാൽ ഈമാൻ കൂടുവോ ഈമാൻ കുറയോ? നമ്മുടെ കുഞ്ഞ് മരിച്ചുപോയി നോക്ക്. അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആ സമയം, ആ നിമിഷം, എന്തിനാണ് പടച്ചോനെ നീ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയതല്ല എന്നല്ലേ ബഹുഭൂരിപക്ഷം ആളുകൾ ചോദിക്കുക, അല്ലേ? നിനക്ക് എന്നെ കൊണ്ടുവരുന്നില്ല പടച്ചോനെ, എന്റെ കുഞ്ഞ് ജനിച്ചിട്ടില്ലെന്നുള്ളൂ, ജീവിതത്തിന്റെ സുഖം അനുഭവിച്ചിട്ടില്ലല്ലോ അല്ല. എന്നാൽ ഈമാനുള്ളവനാണോ? കുഞ്ഞ് മരണപ്പെട്ടാലും എന്റെ കുഞ്ഞിന്റെ സമയമായിട്ടുണ്ട്, ആ കുഞ്ഞിന് ഹൈർ അതാണ്, എനിക്കും നാളെ സ്വർഗത്തിൽ ഹൈർ അതാണ്, അൽഹംദുലില്ലാ എന്ന് പറയും സയ്യിദുനാ റസൂലുള്ളാഹ്. അങ്ങനെയുള്ളവർക്ക് സ്വർഗത്തിൽ അള്ളാഹു ഒരു ഭവനം പണിയും. എന്നിട്ട് സമ്മൂഹു ബൈത്തുൽ ഹംദ്, ബൈത്തുൽ ഹംദ് എന്ന് പേര് വെക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മനസ്സിലായോ അല്ലേ? ഇപ്പൊ നമ്മുടെ വേണ്ടപ്പെട്ട ഒരു രോഗിയായി എന്ന് പറഞ്ഞാൽ ഈമാൻ കൂടുവോ കുറയോ? നിങ്ങൾ പറയും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വാപ്പ ഡോക്ടർ പറയണം, എടോ വാപ്പയ്ക്ക് ക്യാൻസറാണ്, 4th സ്റ്റേജാണ്, അള്ളാഹു എല്ലാവർക്കും ശിഫ നൽകട്ടെ എന്ന് പറഞ്ഞാൽ, എന്ന് കേട്ടാൽ ഉടനെ ഈമാൻ കൂടുവോ കുറയോ? ആ സമയത്ത് മനസ്സറിഞ്ഞിട്ട് അൽഹംദുലില്ലാ എൻ്റെ വാപ്പാക്ക് ക്യാൻസർ കൊടുത്ത പടച്ചോനെ നന്ദി എന്ന് പറയോ? അല്ല. എന്തിനാണ് റബ്ബേ? കൂടുവോ കുറയോ? നിങ്ങൾ പറയും. നിങ്ങൾക്ക് ഇപ്പോഴും പറ്റണില്ല. എന്ത് പറയും നമ്മള്? ഈമാൻ കൂടുവോ കുറയോ? അത് ശൈത്വാന്റെ കളിയാണെന്നാണ്. ശൈത്വാന്റെ കളിയാണ്. ഈമാനുള്ളവർ ഫസാദഹും ഈമാന, ഭയപ്പെടുത്തുന്ന സംഗതി കേൾക്കുമ്പോ ഈമാനങ്ങ് കൂടും. ഫസാദഹും ഈമാന, ആ നിമിഷം ഈമാനങ്ങ് കയറുന്നാണ്. ഈമാൻ ബൂസ്റ്റ് ചെയ്യാൻ അവരെ പേടിപ്പിച്ചാൽ മതി എന്നാണ് പരിശുദ്ധ ഖുർആൻ. നമ്മളെ പേടിപ്പിച്ചാൽ ഈമാൻ കുറയും. ഒരു തലവേദന രാത്രി വന്നു, നമ്മളിങ്ങനെ ഓടി നോക്കി എവിടെയും മെഡിക്കൽ ഷോപ്പ് കാണാനില്ല, എല്ലാം ക്ലോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ നിമിഷം ഈമാൻ കൂടുവോ കുറയോ? ഈ വേദന എന്നൊക്കെ പറയണത് ആര് തരുന്നതാ? ഈ തരുന്നവനെ തിരിച്ചറിഞ്ഞാലാണ് ഈ നൽകപ്പെട്ടതിൽ ആസ്വാദനം ഉണ്ടാവുള്ളൂ എന്ന്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു ഭാര്യ, അവൾക്ക് ആനിവേഴ്സറി വന്നപ്പോ ഭർത്താവ് നാട്ടിലുള്ള ഏറ്റവും കുറഞ്ഞൊരു സാധനം, അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല, അവൻ അത് സമ്മാനമായിട്ട് ആർക്ക് കൊടുത്തു? മോശം ഭാര്യയാണെങ്കിൽ എന്തു പറയും? ഇതാണ് നിങ്ങൾക്ക് കിട്ടിയത്, ഞാൻ വേറെയൊക്കെ പ്രതീക്ഷിച്ചു എന്ന് പറയും, അല്ലേ? നല്ല ഭാര്യയാണെങ്കിലോ എന്തു പറയും? അൽഹംദുലില്ലാ, ഭയങ്കര എൻ്റെ ഇക്കാക്ക തന്നല്ലോ. അതായത് സാധനത്തിന്റെ മൂല്യമല്ല, ആരാണ് കൊടുക്കുന്നത്? ആരാ കൊടുക്കുന്നത്? നിങ്ങൾ പറയണില്ല, ആരാ കൊടുക്കുന്നത്? അല്ലാഹ്, ഭർത്താവാണ്, അല്ലേ? അപ്പൊ നൽകുന്നത് ഭർത്താവാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഇക്കാക്ക എനിക്ക് എന്ത് തന്നാലും എനിക്ക് സന്തോഷം. ഇത് നേരെ റബ്ബിലേക്ക് വെച്ച് കൊടുത്തു നോക്കിയേ, എനിക്ക് ഈ രോഗം തന്നതാരാ? ഞാനൊരുപാട് പാപം ചെയ്തിട്ടുണ്ട്, ഈ പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ വേണ്ടി തന്നതാണ് എൻ്റെ റബ്ബ്. അൽഹംദുലില്ലാ. ആ വേദന ഇങ്ങനെ വരുമ്പോ എൻ്റെ റബ്ബ് തന്ന തലവേദന, എൻ്റെ ഇക്കാക്ക തന്ന സ്വർണ്ണ നാണയം, അല്ലെങ്കിൽ എൻ്റെ ഇക്കാക്ക തന്ന സ്വർണ്ണവള എന്ന് തൻ്റെ ഭാര്യ പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. റബ്ബ് ഒരു തലവേദന തരുമ്പോ അൽഹംദുലില്ലാ, ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, എൻ്റെ പാപങ്ങൾ മുഴുവൻ കഴുകിക്കളയാനായിട്ട് എൻ്റെ റബ്ബ് തന്ന തലവേദന, അൽഹംദുലില്ലാ. മരുന്ന് കഴിക്കണ്ടെന്നല്ല, മരുന്ന് കഴിക്കണം, പക്ഷെ ആരെ കുറ്റം പറയരുത്, ആരെ കുറ്റം പറയരുത്.
അതാണ് ഈമാനുള്ളവരുടെ ലക്ഷണമെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ സ്വഹാബത്തിനെ പേടിപ്പിക്കാൻ നോക്കി, പക്ഷെ അവരുടെ ഈമാനങ്ങ് കൂടി. എന്നിട്ട് അവർ പറഞ്ഞൊരു വാക്കുണ്ട്, ഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി. നിഅമൽ വകീൽ, ഏൽപ്പിക്കാൻ പറ്റിയവൻ, ഏറ്റവും നല്ലത് അവൻ തന്നെയാണ്. അവൻ മാത്രമാണ് ഏൽപ്പിക്കാൻ പറ്റിയവൻ. വേറെ ആരെ ഏൽപ്പിക്കണ്ട, ആരെ ഏൽപ്പിക്കണ്ട. ഏൽപ്പിക്കാൻ പറ്റിയവൻ ആരാണ്? ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി. അത് വെറുതെ പറഞ്ഞാൽ പോരാ, അത് പ്രവർത്തനത്തിൽ വേണം. നമ്മൾ വെറുതെ പറയും, പക്ഷെ പ്രവർത്തനത്തിൽ ഉണ്ടാകാറുണ്ടോ? അതായത് നമുക്ക് തവക്കൽതു അലല്ലാഹ് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പറയാനുള്ള ഒരു സാധനമാക്കി മാത്രം മാറ്റിയിട്ടുണ്ട് അല്ലേ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തവക്കൽതു അലല്ലാഹ്, പക്ഷെ അതിലൊരു ആത്മാർത്ഥതയില്ല. ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആ പോണ വഴിക്കെല്ലാം അല്ലാഹ് തൃപ്തിപ്പെട്ടത് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. തവക്കൽതു അലല്ലാഹ് എന്നും പറഞ്ഞ് അവൻ പോണത് പലിശക്ക് എടുക്കാനാണെങ്കിൽ അവന്റെ വക്കാലത്ത് അല്ലാഹ് ഏറ്റിട്ടുണ്ടോ? ഗുണമുണ്ടോ തവക്കുൽച്ച് പറഞ്ഞതിൽ? ഇല്ല, തവക്കുലായിട്ടില്ല. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ബിരിയാണി 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 എന്നൊരാൾ 100 തവണ പറഞ്ഞാൽ ബിരിയാണിയുടെ സുഖം അയാൾക്ക് കിട്ടുമോ? കിട്ടൂല. ബിരിയാണി കഴിക്കണം. എന്നതുപോലെ തവക്കൽതു അലല്ലാഹ് എന്ന് 100 തവണ പറഞ്ഞാൽ തവക്കൽതു അലല്ലാഹയുടെ തവക്കുലാക്കിയതിന്റെ സുഖം അയാൾക്ക് കിട്ടുമോ? കിട്ടുമോ? കിട്ടൂല. യഥാർത്ഥത്തിൽ തവക്കുൽ അവന്റെ ജീവിതത്തിൽ വേണം. അള്ളാഹു അതാ ശ്രദ്ധിക്കാൻ തൗഫീക്ക് നൽകട്ടെ. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, ഇന്നമാ ദാലികുമുശ് ശൈത്വാൻ. ആ സ്വഹാബത്തിനെ പേടിപ്പിച്ചത് പിശാചാണ്. പേടിപ്പിക്കാൻ ശ്രമിച്ചത് ആരാണ്? യുഖവ്വിഫു ഔലിയാഹു. പിശാച് അവന്റെ ആൾക്കാരെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും. പിശാച് മനസ്സിൽ ടെൻഷൻ ഇട്ട് തരും. ഓ, ഇനിയിപ്പോ ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യണ്ടേ, ഇനിയിപ്പോ നിസ്കരിക്കാൻ പറ്റുമോ അടച്ചോനെ, ജോലി ഭാരം കൂടി, നമുക്ക് ടെൻഷൻ ഇങ്ങനെ ഇട്ട് തരും പിശാച് അവന്റെ ആളുകളെ. അപ്പൊ നമ്മൾ ഓർത്താൽ മതി, നമുക്കിങ്ങനെ ടെൻഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാന്റെ അടിമയല്ല. ആരുടെ അടിമയാണ്? പിശാചിന്റെ അടിമയാണ്. നമുക്ക് അള്ളാന്റെ അടിമയായിട്ട് മരിക്കണോ, പിശാചിന്റെ അടിമയായിട്ട് മരിക്കണോ? ഒന്നും പറയണില്ല കേട്ടോ. ആരുടെ അടിമയായിട്ട് മരിക്കണം? അള്ളാന്റെ അടിമയായിട്ട് മരിക്കണം. അല്ലാഹു പറയുന്നുണ്ട്, വലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. ഒരൊറ്റ പടപ്പിനെ നിങ്ങൾ പേടിക്കണ്ട, എന്നെ പേടിച്ചാൽ മതി. എന്നെ പേടിച്ചാൽ ബാക്കി പേടിക്കേണ്ടവരൊക്കെ നിങ്ങൾ പേടിക്കേണ്ട രീതിക്ക് പേടിച്ചോളും. പക്ഷെ ദുനിയാവിന്റെ കാര്യത്തിൽ ഒരൊറ്റ പടപ്പിനെയും പേടിക്കണ്ട. ആരെ പേടിച്ചാൽ മതി? ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ, ഈമാൻ ഉണ്ടെങ്കിൽ ഈ പണിക്ക് നിന്നാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരെയും പേടിച്ചോ, ദാരിദ്ര്യത്തെ പേടിച്ചോ, രോഗത്തെ പേടിച്ചോ, അല്ലേ? അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. എന്തുകൊണ്ടാണ് നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നതിന്റെ കാരണം എന്താ? ഹറാമാണെന്ന് അറിഞ്ഞിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നതിന്റെ കാരണം എന്താ? എന്തിനെ പേടിച്ചിട്ടാ? പറയ്. വല്ല ക്യാൻസറും വരുമോ അടച്ചോനെ? അല്ലേ? നമുക്കറിയാം അത് ഹറാമാണ്. എന്നിട്ട് നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നത് എന്തുകൊണ്ടാ? പൈസ ഉണ്ടായാൽ മതിയോ? അതിന്റെ വേദന അനുഭവിക്കണ്ടേ? ഈ ഇൻഷുറൻസ് ഒക്കെ എടുത്തു വെച്ചാല് ഈ രോഗം അല്ലാഹു ഇരട്ടിയാക്കി തരില്ല എന്നുള്ള ഉറപ്പുണ്ടോ നമുക്ക്? ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് രോഗത്തെ അല്ല പേടിക്കേണ്ടത്. ആരെ പേടിച്ചാൽ മതി? എന്റെ റബ്ബ് എന്നെ കൈവിടുമോ എന്നുള്ള പേടി ഉണ്ടായാൽ മതി. രോഗത്തെ അല്ല പേടിക്കേണ്ടത്. വലാ തഖാഫൂഹും, ഒന്നിനെയും പേടിക്കണ്ട. ഖാഫുനി, എന്നെ പേടിച്ചാൽ മതി. ഇൻ കുൻതും മുഅ്മിനീൻ, മുഅ്മിനാണെങ്കിൽ കേട്ടോ. മുനാഫിക്കിന്റെയോ അവിശ്വാസിയുടെ ഒന്നും കാര്യം ഇവിടെ ചർച്ചയില്ല. മുഅ്മിനാണെങ്കിൽ നിങ്ങൾ എന്നെ പേടിച്ചാൽ മതി. ഉണ്ടോ? അപ്പൊ ഈ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്, റബ്ബുൽ ആലമീനോടൊപ്പം നിന്നാൽ വിജയിക്കും. ഹബീബ് റസൂലുള്ളാഹ്, ഇദാ വഖഅതും ഫിൽ അംരിൽ അദീം, നിങ്ങളൊരു വലിയ കുടുക്കിൽ ചെന്ന് പെട്ടാൽ, ഫഖൂലു, നിങ്ങൾ പറഞ്ഞോ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിങ്ങളൊരു കുടുക്കിൽ പെട്ടാൽ നിങ്ങൾ എന്ത് പറയണം? ഹസ്ബുനല്ലാഹു. ഉറക്കെ പറഞ്ഞു, കുടുക്കിൽ പെട്ടാൽ എന്ത് പറയണം? എനിക്കാരും മതി. വെറുതെ പറഞ്ഞാൽ പോരാ, അത് സത്യമാകണം. അത് സത്യമാകണം. ഒരാൾ വന്നിട്ട് കല്യാണം വിളിക്കണം, ഉസ്താദേ എൻ്റെ മോളുടെ കല്യാണമാണ് അടുത്ത മാസം, ഇൻഷാ അല്ലാഹ്. എന്ത് പറഞ്ഞു അയാള്? ഈ ഇൻഷാ അല്ലാഹ് സത്യമാകണമെങ്കിൽ ആ കല്യാണത്തിൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇൻഷാ അല്ലാഹ് പറഞ്ഞല്ലേ കല്യാണത്തിന് ഇറങ്ങിയത്, അല്ലേ? ആ ഇൻഷാ അല്ലാഹ് പറഞ്ഞിറങ്ങിയ കല്യാണത്തിൽ പലിശക്ക് എടുത്തിട്ടാണ് ഒരാൾ കല്യാണം നടത്തുന്നത്. ആ കല്യാണത്തിലുള്ള ഹറാമും കൂത്തരങ്ങും എല്ലാം ഉണ്ട്. ആ ഇൻഷാ അല്ലാഹ് സത്യസന്ധമായോ? ഇല്ല. എന്നതുപോലെ ഒരു പ്രതിസന്ധിയിൽ നീ നിൽക്കുമ്പോ ഹസ്ബുനല്ലാഹ് എന്ന് പറഞ്ഞാൽ നിൽക്കണം,
കൂട്ടത്തിൽ നിന്റെ കൽബിൽ ആര് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ? അല്ല അല്ല അല്ല, അവനുണ്ട് എൻ്റെ കൂടെ. അത് മതി, അത് മതി. അല്ലാതെ ടെൻഷൻ അടിച്ച് എന്താവും 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 എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അവൻ പിശാചിന്റെ അടിമയാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് വെച്ചാൽ. ഒരിക്കലേ ആയിഷ ബീവിയും ഉറക്കം വരുന്നുണ്ടോ? ഈ കോട്ടുവായി വരുമ്പോ എന്താ ചെയ്യേണ്ടത്? വായ നന്നായി പൊത്തിപ്പിടിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മൂത്തോട്ട് നോക്കിയിരുന്ന് വാ വിളിക്കുമ്പോൾ എനിക്ക് തന്നെ സങ്കടമായിട്ട് പാടില്ല. ഇപ്പൊ തന്നെ നിർത്തണമെന്നാണോ അതിന്റെ അർത്ഥം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ശൈത്വാൻ ഇത് കേൾക്കാൻ അനുവദിക്കൂല, സമ്മതിക്കൂല. കാരണം നമ്മൾ ഈ കുറ്റം പറയണത് ആരേ? നിങ്ങൾ എന്റെ മുഖത്തോട്ട് നോക്കിയിരുന്നിട്ട് എന്നെ കുറ്റം പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരൂലേ? നിങ്ങൾ പറയും. ശൈത്വാൻ നമ്മുടെ മുമ്പിലുണ്ട്, കൂടെ ഉണ്ട് എന്നാണ്. കരീൻ നിങ്ങളുടെ തൊട്ടുകൂടെ ഉണ്ട്, നിങ്ങളുടെ ശരീരത്തിലുണ്ടാര് ശൈത്വാൻ ഉണ്ട്. പരിശുദ്ധ ഖുർആനാ പറയണത്. ഇവിടെ നിങ്ങൾ ഇരുന്നാലും ബ്ലഡിലുണ്ട്, മജ്റദ്ദം അല്ലേ, രക്തം ഓടുന്ന സ്ഥലങ്ങളിലൊക്കെ ആരുണ്ട്? ശൈത്താൻ. ഇവിടെ ഇരുന്ന് ശൈത്താനെ കുറ്റം പറയുമ്പോ ചങ്ങായിക്ക് ദേഷ്യം വരൂലേ? ഉറങ്ങിക്കോ മുത്ത, അയാൾ അവിടെ കിടന്ന് കുറച്ചോളും. ഉറങ്ങട ചക്കരെ, ആരുറക്കും? നമ്മളാണെങ്കിൽ അത് കേൾക്കാൻ നിൽക്കണത് നിർത്തിപ്പോയായിരുന്നെങ്കിൽ. പിള്ളേരാണെങ്കിൽ ഇങ്ങേരുടെ വായം നടന്നിട്ട് വേണം മനുഷ്യന് സിപ്പപ്പ് കിട്ടാനായിട്ട്. ഇതാണെങ്കിൽ തീരണമില്ല, വെള്ളമായി പോവും പഠിച്ചോനെ. ആദ്യാണ് സംഗതി കേൾക്ക അല്ലേ, ചുരുക്കാൻ. ഒരിക്കല് സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹയും സൈനബ് റളിയല്ലാഹു അൻഹ രണ്ടുപേരും റസൂലുള്ളാഹിന്റെ ഭാര്യമാരാണ്. രണ്ടുപേരും തമ്മിൽ ഭയങ്കര ഇടി നടക്കാണ്, ശണ്ട നടക്കാൻ. ഇടി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, വാക്പോര് നടക്കാണ്. തഫാഖറത്ത, രണ്ടുപേരും പൊങ്ങച്ചം പറയാണ്. സൈനബ് ബീബി പറയുന്നുണ്ട്, ഐശോ ഞാൻ ആരാ നിങ്ങൾക്കറിയോ? ഞാനങ്ങനെ വെറുതെ വലിഞ്ഞേറി വന്നതൊന്നുമല്ല. എന്നെ റസൂലുള്ളാഹിക്ക് കെട്ടിച്ചു കൊടുത്തത് പടച്ചോനാണ്, നിങ്ങളെപ്പോലെയൊന്നുമല്ല. വസവ്വജിക്കിന്ന, നിങ്ങളെ കെട്ടിച്ചത് വീട്ടുകാരെ ആലോചിച്ചിട്ടാണ്, എന്നെ കെട്ടിച്ചത് അള്ളയാണ്. ആരാ പറയണേ? സൈനബ്. കാരണം ഖുർആനിലുണ്ട് സവ്വജ്നാകഹാ, സൈനബ് ബീവിയെ നിങ്ങൾക്ക് ഞാൻ കല്യാണം കഴിച്ചു തന്നിരിക്കുന്നു. ആരാ പറയണേ? അല്ലാഹ്. ഞാനേ അങ്ങനെ ഇങ്ങനെയൊന്നും വലിഞ്ഞേറി വന്നതല്ല, അള്ളാഹ് കെട്ടിച്ചതാണ് എന്നാണ്. അപ്പൊ ആയിഷ ബീവി, എന്നെ അള്ളാഹ് കെട്ടിച്ചതല്ലെങ്കിലും വേറെ കുറെ സംഗതിയുണ്ട്. നസലത്ത് ബറാഅതി മിനസ് സമാഇ ഫിൽ ഖുർആൻ, ഞാൻ പരിശുദ്ധയാണെന്ന് ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പരിശുദ്ധയാണെന്ന് ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും സൈനബിയുടെ പത്തിയൊക്കെ ഒന്ന് താന്നു. നമ്മുടെ ഭാര്യമാര് തമ്മിൽ അടിക്കണ പോലെ അല്ല കേട്ടോ, ഇത് ഖുർആൻ വെച്ചുള്ള കളിയാണ്. അപ്പൊ പറഞ്ഞു, ശരിയാട്ടോ, അള്ളാഹ് നിങ്ങളെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടല്ലോ, ശരിയാണ്. ഇതെപ്പോഴാ പുകഴ്ത്തി പറഞ്ഞത്? ആയിഷ ബീവിക്കെതിരെ ഒരു വ്യഭിചാര ആരോപണം ഉണ്ടായിരുന്നു. ആ സംഭവമൊക്കെ നമ്മൾ വിശദീകരിച്ചാണ്, അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. നബിയും സംഘമൊക്കെ ഇങ്ങനെ ആയിഷ ബീവിയെ കൂട്ടാൻ മറന്നുപോയി. ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവരിങ്ങനെ പോന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പുറത്തു പോയതായിരുന്നു, പക്ഷെ തിരിച്ചു കയറാൻ മറന്നുപോയി, വണ്ടിയിൽ മറന്നുപോയി. അപ്പോഴാണ് അങ്ങോട്ട് വരുന്നത് സഫ്വാൻ റളിയല്ലാഹു അൻഹു. സഫ്വാൻ റളിയല്ലാഹു അൻഹു വന്നപ്പോ, ആയിഷമ്മ എന്റെ വണ്ടി കയറിക്കോ, ഒട്ടകക്കട്ടിലുണ്ട്, അതിൽ കയറിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഹഫ്സ, നേരത്തെ സൈനബ് ബീബി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഈ ഘട്ടത്തിലേക്ക് അള്ളാഹ് നിങ്ങളെ പൊക്കി പറയാൻ, ഇത്രമേൽ മദ്ഹ് ചെയ്യാനുള്ള കാരണം എന്താന്ന് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കാൻ. അന്ന് സഫ്വാൻ വന്നപ്പോ, സഫ്വാൻ ആരാ? അന്യപുരുഷനല്ലേ അല്ലേ? അപ്പൊ അന്യപുരുഷന്റെ കൂടെ ഇങ്ങനെ കയറാൻ പോയപ്പോ, അന്യപുരുഷന്റെ കൂടെ കയറാൻ പോയി എന്ന് പറഞ്ഞാല് ആ ഒട്ടകക്കട്ടിലിൽ ആര് മാത്രം? ആയിഷ ബീവി മാത്രമേ ഉള്ളൂ. പുറത്ത് ആ ഒട്ടകത്തിനെ പിടിച്ചുകൊണ്ട് നടക്കാണ് ആര്? സയ്യിദുന സഫ്വാൻ റളിയല്ലാഹു അൻഹു. ഇവരിങ്ങനെ വന്നപ്പോ അവർക്കെതിരെ വ്യഭിചാരാരോപണം ഉണ്ടായി. നാട്ടുകാർ മുഴുവൻ പറഞ്ഞു വരുത്തി. കണ്ടില്ലേ, ആയിഷയും സഫ്വാനും കൂടെ വന്നത്, രണ്ടുപേരും തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, എന്തോ സംഗതി നടന്നിട്ടുണ്ട്. അപ്പൊ ആയിഷ ബീവി പറയാൻ, ഞാൻ ആ ഒട്ടകക്കട്ടിൽ കയറിയപ്പോ ഒറ്റപ്പെട്ട സമയത്ത് ഞാൻ പറഞ്ഞത് ഒറ്റ വാക്കാണ്, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അതിന്റെ ഫലാണ് ഈ പരീക്ഷണത്തിലെ വിജയവും എന്റെ റബ്ബ് എന്നെ കുറിച്ച് ഖുർആനിൽ മദ്ഹ് ചെയ്തതെന്നും സയ്യിദത്തുന ആയിഷ. ഹസ്ബി അല്ലാഹ്. നമ്മുടെ പാട്ടൊന്ന് പഠിക്കേ. ഹസ്ബി റബ്ബി. പോരാ അല്ലല്ലാ. ഇത് കേട്ട എങ്ങനെ പഠിച്ചോന് സന്തോഷമാണത്? ഇങ്ങനെയൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോ എന്റെ കെട്ടിയോളൊക്കെ ഇട്ടൊരു പാട്ട് പാടാണ്. ഞാൻ ഇങ്ങനെ നോക്കി നിന്നിട്ട് മാനസമയില് ഞാൻ ഇങ്ങനെ ഉറങ്ങി തൂങ്ങിയാണ് പാടണമെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പാടാൻ അഴകുള്ള ഫാത്തിമ. ആ പാട്ടിൽ രസവും എൻ്റെ മുഖത്തൊരു എക്സ്പ്രഷനും ഉണ്ടെങ്കിലാണ് ആർക്ക് ഇഷ്ടപ്പെടുള്ളൂ. ഞാൻ ഇങ്ങനെ നോക്കി നിന്നിട്ട് അഴകുള്ള ഫാത്തിമ അരുമപ്പൂ ഫാത്തിമ ഒന്ന് പൊയ്ക്കേക്കാക്കാം മനുഷ്യന്റെ മൂഡ് കളയാനായിട്ട് അല്ലേ? ഇതേപോലെ അള്ളാഹ് ഹസ്ബി റബ്ബി ജല്ല, ആർക്ക് വേണ്ടിയിട്ടത്?
സംഗതി വരട്ടെ. ഹസ്ബി റബ്ബി സംഗതി ഒന്നും ഭൈ സംഗതി ഒന്നുമില്ല. ആ സംഗതി വരുമ്പോ ഒരു ഫീല് വരും. എനിക്ക് തന്നെ ഒരു ഫീല് വന്നില്ല, പിന്നെ പടച്ചോന് ഒരു അതൊരു പ്രണയഗാനല്ലേ. ഹസ്ബി റബ്ബി ജല്ലല്ല, എന്താ പടച്ചോനെ എനിക്ക് നിന്ന മതി. ഓ, അത് പറയുമ്പോൾ ഒരു വൈകാരിക ഫീൽ ഉണ്ടല്ലോ. ഹസ്ബി അല്ലേ, മാഫി ഖൽബി ഗൈറുല്ലാഹ്, എന്റെ കൽബിൽ നീ അല്ലാതെ ആരുമില്ല പടച്ചോനെ. ഇത് പറയുമ്പോൾ ഒരു ഫീല് വരട്ടെ. ഒരു തവണ കൂടെ ചൊല്ലിക്കാം, നമുക്ക് പിരിയാം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സല്ലല്ലാഹു ഹഖ്. നിന്നെ മതി റബ്ബേ. ആ റബ്ബിനെ കിട്ടണം നമുക്ക്, വേണ്ടേ? നമ്മുടെ കാര്യമൊന്നും അള്ളാഹ് മറന്നിട്ടില്ല കേട്ടോ, ഇല്ലേ? ഇല്ലേ? നമ്മുടെ ഈ രോമങ്ങളൊക്കെ നോക്ക്, ഇല്ലേ? ഇതൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് സൃഷ്ടിച്ച റബ്ബ്. നമ്മുടെ കണ്ണിങ്ങനെ ഇമ വെട്ടിക്കുന്ന റബ്ബ്. നമ്മളറിയാതെ ഇങ്ങനെ ശ്വാസം വലിക്കുന്നില്ലേ? എത്രയോ തവണ നമ്മൾ ശ്വാസം വലിക്കുന്നുണ്ട്. നമ്മളാണോ ഇങ്ങനെ ഒരു മിനിറ്റിൽ നമ്മൾ വലിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഇരുന്ന് വലിക്കുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? നമ്മളറിയാതെ ശ്വാസോച്ഛ്വാസം നടക്കും. ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കണം റബ്ബ്. എൻ്റെ രോഗത്തിന്റെ കാര്യം മാത്രം പടച്ചോന് ഓർമ്മയില്ല അല്ലാ എന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ഉള്ളിനെ കെട്ടിക്കണ കാര്യം മാത്രം പടച്ചോന് ഓർമ്മയില്ലല്ലോ അല്ലാ പറയാൻ പറ്റുമോ? എൻ്റെ കടയുടെ കാര്യം മാത്രം പടച്ചോന് ഓർമ്മയില്ലല്ലോ പറയാൻ പറ്റുമോ? അപ്പൊ അവൻ അവിടെ എന്ത് സംഭവിപ്പിച്ചിട്ടുണ്ടോ അത് ഹൈറിനാണ്. അവൻ ആരാണ്? റബ്ബുൽ ആലമീൻ. അത് തിരിച്ചറിയാൻ മുത്തുമൈനയിലേക്ക് എത്തണം. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം. പോരെ? അല്ലാഹു ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാ. അപ്പോൾ ഏതായാലും ആ ദിക്ർ ഏതാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ എപ്പോഴും ഹസ്ബുനല്ലാഹ് വേണം. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അത് കൃത്യമായി ചൊല്ലിയാൽ ഓക്കെ, പെട്ടെന്ന് വയസ്സാകില്ല, പെട്ടെന്ന് മുടി നരക്കില്ല, പെട്ടെന്ന് ക്ഷീണിക്കില്ല, നല്ല റാഹത്തായി ജീവിക്കാൻ പറ്റും. നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് കഴിയുന്നവരൊക്കെ സഹായം ചെയ്യാട്ടോ, അള്ളാഹുവിന് വേണ്ടി. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളിലേക്ക് സഹായം എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ട്. മുൻപ് വെള്ളിയാഴ്ച ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. കഴിയുന്നവരൊക്കെ ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? ഫത്ഹുൽ മുഈൻ്റെ മൂലഗ്രന്ഥം ഏതാണ്? ഏത് ഗ്രന്ഥത്തിൻ്റെ വിശദീകരണമാണ് ഫത്ഹുൽ മുഈൻ? വളരെ കുറച്ച് ആളുകളാണ് ശരിയുത്തരം കമൻറ്റ് ചെയ്തത്. അത് ഖുർറത്തുൽ ഐൻ എന്നാണ് ആ കിതാബിൻ്റെ പേര്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിൻ്റെ മദദ് കൊണ്ട് അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം, മഹാനായ മടവൂർ വലിയുള്ള CM വലിയുല്ലാഹി അല്ലേ, CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറ, അവിടുത്തെ നാമം, അവിടുത്തെ പേര് എന്താണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഇത്ര നേരം വൈകിയതുകൊണ്ട് വലിയൊരു ദുആയിലേക്കില്ല. എല്ലാവരുടെയും മുറാദുകൾ, ഈ സദസ്സിൽ പങ്കെടുത്ത ഓരോരുത്തരുടെയും കൽബറിയുന്ന റബ്ബ് നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കട്ടെ. കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടുള്ള, നമ്മുടെ റിലീഫ് ഫണ്ടിലേക്ക് ഹദിയ ചെയ്തിട്ടുള്ള എല്ലാവരുടെയും മുറാദുകൾ അല്ലാഹു ഹാസുലാക്കട്ടെ. ഒരൊറ്റ തവണ ചൊല്ലിക്ക്, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ. ഈ ദിക്റിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.